ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് നർത്തകി സത്യഭാമ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ. സത്യസന്ധമായ കാര്യങ്ങളിലുള്ള സമയത്തെല്ലാം നല്ല മൂത്തനാണല്ലേ. രാമകൃഷ്ണൻ കാക്ക പോലെ കറുത്തവനാണെന്നും സത്യഭാമയുടെ അധിക്ഷേപം. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ, പാവം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം പറയും. വെറുതെ അല്ലെങ്കിൽ പ്രാന്താറിനെ ജമ്മ നിങ്ങൾ നന്നാവില്ല. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോയി പെറ്റ തള്ള സഹിക്കും. സമ്പൂർണ്ണ ചാറ്റരുത ബന്ദർക്ക ബച്ചേ. കാക്കയുടെ നിറമുള്ള ആൾ കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്നൊക്കെ ഈ കാലത്ത് പറയാൻ പാടുള്ളതാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പൊ എന്നെ സംസാരിക്കുന്ന ആളാണ് പറഞ്ഞത് ഇത് RLV രാമകൃഷ്ണനാണെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ ഇരിക്കണം? നിങ്ങളുടെ ഭാഷയിൽ കണ്ടാൽ അത്ര സൗന്ദര്യമില്ലെന്ന് തോന്നുന്ന ആളുകളൊന്നും അന്തസ്സില്ലാത്ത ആളുകളും അന്തസ്സായിട്ടല്ലാതെ കലാമണ്ഡലത്തിലുള്ള ആളുകളുമാണോ? ഞാൻ ചോദിക്കട്ടെ, ആണോ? കറുത്ത നിറമുള്ള ആളുകൾ അന്തസ്സില്ലാത്ത ആളുകളാണോ? സെലക്ട് ചെയ്യണം, മനസ്സിലായ? ഒരു മാറ്റവും ഇല്ലല്ലോ. എല്ലാവർക്കും കറുത്ത നിറമുള്ള ആളുകൾ അവർക്ക് പറ്റിയ തൊഴിൽ സെലക്ട് ചെയ്യണം, അങ്ങനെയാണോ? എന്തിനാ ഇത്ര പൊള്ളണ? നിങ്ങൾക്ക് എന്താ ഇത്ര പൊള്ളണത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ചാനലുകാരെ വിശേഷമൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ചക്കരയ്ക്ക് മുതുകളിലും ചെത്തണവരാ, മനസ്സിലായോ? എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ.